ഹായ് ഗായ്സ്, ഷംനി ഹെൽത്തി ആൻഡ് ഫണ്ണി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ കാലം ഞാൻ വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ അത് എങ്ങനെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, ഡൈജഷൻ എങ്ങനെ നടക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാം 8 to 10 കപ്സ് ഓഫ് ഗ്ലാസ് ഓഫ് വാട്ടർ വരെ നമുക്കൊരു ഡെയിലി കുടിക്കണം. പിന്നെ എണീറ്റ് ഉടനെ വെള്ളം കുടിക്കണം നല്ലതാണ്. കാരണം നമ്മൾ അത്രയും ടൈം വെള്ളം കുടിക്കാതെ ഇരുന്നിട്ട് ഡീഹൈഡ്രേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഹൈഡ്രേറ്റഡ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എണീറ്റ് ഉടനെ വെള്ളം കുടിക്കുക. പിന്നെ ഭക്ഷണത്തിൻ്റെ മുമ്പാണ് വെള്ളം കുടിക്കേണ്ടത്. ഭക്ഷണത്തിനോടൊപ്പം നമ്മൾ വെള്ളം കുടിച്ചാൽ നമ്മളെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ആസിഡ് ഉണ്ട് നമ്മളെ സ്റ്റൊമക്കിൽ. അതിൻ്റെ അളവ് കുറയുകയും നമുക്ക് ബ്ലോട്ടിങ്, ഡിസ്കംഫേർട്ട്, സ്റ്റൊമക്കിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഇതൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് ഭക്ഷണത്തിനോടൊപ്പം വെള്ളം കുടിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. എക്സസൈസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ട് നമ്മുടെ ബോഡി നിലനിർത്തുക. പിന്നെ യൂറിൻ്റെ കളർ മാറുന്നതിനനുസരിച്ചിട്ട് ഭയങ്കര ഡാർക്ക് യെല്ലോ ആയിട്ടുള്ള കളറാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വളരെയധികം വാട്ടറിൻ്റെ ലഭ്യത കുറവാണെന്ന് മനസ്സിലാക്കിയിട്ട് ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോകുന്നവരാണെങ്കിൽ അതെന്തായാലും വാട്ടറിൻ്റെ ലഭ്യത കുറവ്, UTI ഒക്കെ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനൊക്കെ വളരെയധികം സാധ്യത ഉണ്ട്. അപ്പോൾ അവരും ശ്രദ്ധിച്ച് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ സലൈവായിട്ട് മിക്സ് ചെയ്ത് കുടിക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സലൈവയിൽ ഒരുപാട് എൻസൈംസ് ഉണ്ട്, ഡൈജസ്റ്റീവ് എൻസൈംസ്, അമിലേസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അവിടെ നിന്ന് തന്നെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉണ്ട് സലൈവക്ക്. അത് കാരണം ചെറിയ അണുബാധയൊക്കെ നേരിടാനുള്ള കപ്പാസിറ്റി നമ്മളെ വായിലുള്ള സലൈവക്ക് തന്നെ ഉണ്ട്. പിന്നെ വെള്ളം കുടിക്കുമ്പോൾ സിപ്പായിട്ട് ഇരുന്ന് കുടിക്കാൻ ശ്രദ്ധിക്കണം. സിപ്പായിട്ട് കുടിക്കുമ്പോൾ എയർ കയറില്ല. നമ്മൾ swallow ചെയ്തിട്ട് ഒന്നാകെ വിഴുങ്ങിയിട്ട് വെള്ളം നേരിട്ട് ത്രോട്ടിക്ക് പോയിട്ട് കുടിക്കുകയാണെങ്കിൽ നമുക്ക് സലൈവിനായിട്ട് മിക്സ് ചെയ്യാനൊന്നും കഴിയില്ല. സലൈവിനായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ എന്തായാലും നമുക്ക് എയർ കയറില്ല, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ അതിൻ്റെയൊക്കെ ചാൻസ് കുറയും. നമ്മൾ വെള്ളം കുടിക്കുന്നതിലൂടെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. ഇരുന്ന് കുടിക്കുമ്പോൾ നമുക്ക് എയർ ഇൻടേക്കൊക്കെ കുറയാണ് ചെയ്യുക. ബവൽ മൂവ്മെൻറ്റ് നല്ല റിലാക്സ് ആയിട്ട് നല്ല അടിപൊളിയാവും. ഡൈജഷന് ഇമ്പ്രൂവ് ആവും. നമുക്കൊരു പ്രഷർ ചെല്ലില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരുപാട് വെള്ളം കുടിച്ചിട്ട് നമ്മളെ മസിൽസൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നല്ല ഇരുന്ന് നല്ല സിപ്പായിട്ട് റിലാക്സ് ചെയ്ത് കുടിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ്സ് നമ്മുടെ ബോഡി കാണിക്കും. വായിലെത്തുന്ന വാട്ടർ നമ്മളെ കോണ്ടാക്റ്റ് നമ്മളെ പല്ല്, നാക്ക്, ഇതിനോടൊക്കെ നമ്മളെ അണ്ണാക്കിൽ എന്നൊക്കെ പറയില്ലേ, ആ ഭാഗത്തൊക്കെ ഇട്ടാണ് മിക്സ് ചെയ്യുന്നത്. അതൊക്കെ എന്ത് ചെയ്യുക, ആ ടെമ്പറേച്ചർ നമ്മൾ തണുത്തൊരു സാധനം നമ്മൾ തിന്നുകയാണെങ്കിൽ അതിനിട്ടൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ആ ടെമ്പറേച്ചറൊക്കെ നോർമലാവും. പിന്നെ അതിൻ്റെ ആ വായിലുള്ള എൻസൈമിൻ്റെ ആക്ടിവേഷനും കൂടും. അതൊക്കെ നമുക്ക് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളമാണ് കുടിക്കുന്നത് വെക്കട്ടെ. അപ്പോൾ കഞ്ഞിവെള്ളം നമ്മൾ സലൈവിനായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കാർബോഹൈഡ്രേറ്റ് ആണ് കഞ്ഞിവെള്ളത്തിലുള്ളത്. അത് അവിടെ നിന്ന് തന്നെ അതിൻ്റെ ബ്രേക്ക് ഡൗൺ സ്റ്റാർട്ട് ചെയ്യണം, അതിൻ്റെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ചെറിയ